Hello guys, welcome back to our channel. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. ഒരു USB കണക്ടറിൽ നിന്ന് 3 മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് മൾട്ടി USB ഹബ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതായത് അതിൽ നിന്നാണ്ട് ഒരു കണക്ടറിൽ നിന്ന് 3 എണ്ണം നമുക്ക് വേർതിരിച്ചെടുക്കാം. അതെങ്ങനെ ഉണ്ടാക്കുന്ന അറിയാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത് ഇതുപോലത്തെ ഒരു PCB ബോർഡ്, പിന്നെ ഇതുപോലത്തെ 3 USB ഫീമെയിൽ പോർട്ട് കണക്ടർ, പിന്നെ ഇതുപോലത്തെ ചെറിയ നമ്മളെ കോപ്പർ വയർ, ഇതുപോലത്തെ കോപ്പർ വയർ ചെറുതുണ്ടാവും. നമ്മൾ ഈ വയറിങ് ചെയ്യുന്ന വയറിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ കോപ്പറിൻ്റെ ചെറിയ കമ്പികളുണ്ടാവും. അതും മാത്രമാണ് നമുക്ക് ഈ വീഡിയോ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ PCB ബോർഡ് എടുത്തിട്ട് അതിൽ ഇതുപോലെ ഹോൾ ടച്ച് ചെയ്യണം. അത് നിങ്ങൾക്ക് കാണാം, അവിടെ ഹോളുകൾ ഇവിടെയും അതുപോലെ 3 ഹോൾ ഇട്ടാണ്. നമ്മളതിൽ 3 ഫീമെയിൽ പോർട്ടുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ 3 ഹോൾ ഇട്ടാണ്. അപ്പോൾ ഈ 3 ഹോളിലും നമ്മളെ ഈ ഫീമെയിൽ പോർട്ടിൻ്റെ 2 കാലുണ്ട്. ആ കാലിൻ്റെ അളവിലാണ് ഇട്ടാണ്. ഈ ഓൾറെഡി ഹോൾ ഉണ്ടാവും, ആ ഹോൾ കുറച്ചുകൂടി വലുതാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഓരോന്നിനും ഈ ഭാഗത്തു നിന്ന് അങ്ങോട്ട് ഇറക്കി കൊടുക്കണം. ഒരേ രീതിയിൽ തന്നെ, അതായത് കമ്പികളൊക്കെ ഒരേ സ്ഥലത്ത് തന്നെ വരുന്ന രീതിയിൽ ഇറക്കി കൊടുക്കണം. ഇതുപോലെ എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുക. അപ്പം ഓക്കെ, നമ്മളതായത് 3 ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാം, നമ്മുടെ ക്യാമറയിൽ കുറച്ച് ക്ലിയർ കുറവാണ്. അപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ 4 കാലുകൾ, നിങ്ങൾക്ക് കാണാം 4 കാലുകൾ പൊന്തിയെടുക്കുന്നത്. നമ്മൾ ഇതിൻ്റെ 4 കാലുകൾ പൊന്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും അടുത്ത് 4 കാലുകൾ, ഇതുപോലെ 4 കാലുകളുണ്ട്. അപ്പോൾ ഈ 4 കാലും നമ്മൾ ആദ്യം സോൾഡർ ചെയ്ത് ലെഡ് ആക്കി പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ചെറിയ കോപ്പറിൻ്റെ കമ്പി എടുത്തുകൊണ്ട് ഇതിൽ സോൾഡർ ചെയ്യാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഏകദേശം സോൾഡർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പം സോൾഡർ ചെയ്ത് ഇവിടെ ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ കോപ്പറിൻ്റെ കമ്പി എടുത്തുകൊണ്ട് ഇതിൽ ഓരോ ലെയറും ആയിട്ട് കണക്ട് ചെയ്യണം. അതായത് ഈ ഫസ്റ്റത്തെ ഈ ലെഗ്, എല്ലാത്തിനും ഫസ്റ്റ് ലെഗ് ഇതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ കഴിച്ച് നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ USB കേബിൾ എടുത്തിട്ട് അതിൻ്റെ നമ്മളെ ഫോണിക്ക് കണക്ട് ചെയ്യുന്ന ആ ഭാഗം മുറിച്ച് കളയാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ 4 വയറുകളുണ്ടാവും. അപ്പം അത് ഓരോന്നായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം അതങ്ങനെ ഏതൊക്കെ വയറാ സെറ്റ് ചെയ്യേണ്ടത് പിന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് റെഡ് വയർ കൊടുത്ത് അതിന് ശേഷം തൊട്ടപ്പുറത്ത് വൈറ്റ്, ഗ്രീന്, ബ്ലാക്ക്, ഇങ്ങനെ ഈ ഓർഡറിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഏത് സൈഡിൽ നിന്നാണ് അറിയാൻ വേണ്ടി നിങ്ങൾ ഇതിൻ്റെ ഈ കമ്പിയുടെ തൊട്ട് താഴെ ഇത് വരുന്ന രീതിയിൽ നിങ്ങൾ ക്യാമറ ഞങ്ങൾ ഈ വീഡിയോയും നിങ്ങൾ ചെയ്യുന്ന അതും ഒന്ന് കമ്പയർ ചെയ്ത് കണ്ട് നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരു ഫോട്ടോ ഇതിൻ്റെ കൂടെ ഞങ്ങൾ നൽകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകണം. ഫോണിൽ കണക്ട് ചെയ്തുകൊണ്ട് ഇത് ചാർജ് കയറുന്നുണ്ടോ എന്ന്.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ ചാർജ് കയറുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതൊരു ബോക്സിലാക്കി ഇതൊന്ന് കവർ ചെയ്യാം. ഇത് ചാർജർ കണക്ട് ചെയ്താണ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനു വേണ്ടി നമ്മൾ ഇനി ഇതായത് 2 ഫോൺ എടുത്താണ്, അതുപോലെ 2 കണക്ടറും എടുത്തതാണ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ആദ്യത്തേത് കണക്റ്റായി. ഇപ്പം രണ്ടാമത്തത് കണക്റ്റായി. ഇനി നമ്മൾ ഇത് സെൻറ്ററിലുള്ളതും കൂടി ഒന്ന് മാറ്റി കൊടുക്കും. ഓക്കെ, എല്ലാം മൂന്നും നമ്മൾ ഒരുപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇത് പെൻഡ്രൈവ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കണം. അപ്പം നമ്മൾ ഇതിന്മേൽ 4 വയർ അതിന് കണക്ട് ചെയ്തിനി, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്മേൽ പെൻഡ്രൈവ് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളൊന്ന് ലാപ്പിലൊന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കാണാതെ അവിടെ കണക്ട് ആയിക്കണം, പെൻഡ്രൈവ് ഒന്ന് കണക്ട് ആയിട്ടുണ്ട്. അപ്പം പെൻഡ്രൈവും ഇവിടെ വർക്കിങ്ങിലാണ് കിടക്കുന്നത്. ലൈറ്റ് കത്തുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മറ്റൊരു ടെക്നോളജി വീഡിയോ എത്തുന്നതായിരിക്കും. അബുലിനോടൊപ്പം ദിസ് ഇസ് ആഷിഫ് സൈനിങ് ഓഫ്.